ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് പുക വരുന്നുണ്ടായിരുന്നു. അയാൾ വേഗം ഷർട്ടൂരി ശരീരം പരിശോധിച്ചു. പെട്ടെന്ന് അയാളുടെ ഒരു നഖം ഇളകിപ്പോവുകയും അതിനടിയിൽ 2 USB പോർട്ടുകൾ കാണുകയും ചെയ്തു. ഇതെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ അയാളുടെ കൈ ഒരു മെഷീൻ ഗണ്ണായി മാറി. അയാൾ അവസാനം കഴിച്ച ഭക്ഷണത്തെ വെടിവെച്ച് പുറത്തേക്ക് കളഞ്ഞു. ശേഷം അയാൾക്ക് തന്റെ മുഖത്തിനടിയിൽ എന്തോ കട്ടിയുള്ളത് അനുഭവപ്പെട്ടു. അതമർത്തിയപ്പോൾ അയാളുടെ തലച്ചോറിൽ യന്ത്രഭാഗങ്ങൾ നിറഞ്ഞു. അയാൾ സാവധാനം എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കി. അയാൾ ഞെട്ടിപ്പോയിരുന്നു. പെട്ടെന്ന് അയാളുടെ ശരീരം മുഴുവൻ ഒരു റോബോട്ടായി രൂപാന്തരപ്പെട്ടു. പിന്നീട് ജോലിക്ക് പോകുന്ന വഴിയിൽ അയാൾ ഒരു പക്ഷിയെ ചത്ത നിലയിൽ കണ്ടു. അയാൾ അതിനെ എടുത്തപ്പോൾ തന്റെ ശക്തി കൊണ്ട് അതിനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞു. പുതിയ കഴിവ് പരീക്ഷിക്കുന്നതിനായി അയാൾ ഒരു ആശുപത്രിയിൽ പോയി. അവിടെ മരിക്കാറായ ഒരു കുട്ടിയെ കണ്ടു. അയാൾ തന്റെ കൈകൊണ്ട് കുട്ടിയുടെ മുഖത്ത് തൊട്ടതും അടുത്ത നിമിഷം കുട്ടി കണ്ണു തുറന്നു. തലേദിവസം രാത്രി ഒരു അന്യഗ്രഹ സ്പേസ് ഷിപ്പ് തന്റെ ശരീരത്തിൽ ഇടിച്ചാണ് അയാൾക്ക് ഈ ശക്തി ലഭിച്ചത്. എന്നാൽ അന്ന് രാത്രി മറ്റൊരു കുട്ടിയും തന്റെ കൂടെയുണ്ടായിരുന്നു എന്ന കാര്യം അയാൾ അറിഞ്ഞിരുന്നില്ല. ഈ മനുഷ്യനെ പോലെയായിരുന്നില്ല ആ കുട്ടി. അവൻ വേഗത്തിൽ തന്റെ ശക്തിയുമായി പൊരുത്തപ്പെട്ടു. അവന് കൈകൾ കൊണ്ട് കാറുകൾ നിയന്ത്രിക്കാനും വിരലുകളിൽ നിന്ന് ബുള്ളറ്റുകൾ വെടിവെക്കാനും കഴിഞ്ഞിരുന്നു. അവന്റെ അമ്മ കൊല്ലപ്പെട്ടപ്പോൾ അതിന് പ്രതികാരം ചെയ്യാൻ അവൻ തീരുമാനിച്ചു. അവൻ ടിവിയിൽ ലൈവായി വന്ന് സ്ക്രീനിലൂടെ വെടിവെച്ച് ആളുകളെ കൊല്ലാൻ തുടങ്ങി. ഇനി അവനെ തടയേണ്ടത് ഈ മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ്.